2024 ഓഗസ്റ്റ് മാസം 19 പഞ്ചാബ് രോപാർ എന്ന ജില്ലയിൽ മൗരൻ എന്ന ഗ്രാമത്തിലാണ് 34 വയസ്സുള്ള മനീന്ദർ സിംഗ് ജീവിക്കുന്നത്. അയാൾ ആ ഗ്രാമത്തിലുള്ള ഒരു ടോൾ പ്ലാസയിൽ ടോൾ കളക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. അന്നത്തെ ദിവസം അയാളുടെ ഷിഫ്റ്റ് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുകയും അതിരാവിലെ ഒരു 3-4 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. എപ്പോഴത്തെയും പോലെ മനീന്ദർ സിംഗ് തന്റെ വീട്ടിൽ പറഞ്ഞുകൊണ്ട് ജോലിക്കായി ഇറങ്ങി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ എപ്പോഴത്തെയും പോലെ ഒരു 5 മണിക്കൊക്കെ അയാൾ വീട്ടിലെത്തണം. പക്ഷെ അന്നത്തെ ദിവസം എത്തിയില്ല. ഭാര്യയും ഒരുപാട് സമയമായി കാത്തിരുന്നു, വരും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ സമയം കഴിയുന്തോറും ഭാര്യയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഇപ്പോൾ മനീന്ദർ സിംഗിനെ ഇത്രയും സമയമായിട്ടും കാണാനില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മനീന്ദർ സിംഗിന്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു. മനീന്ദർ സിംഗിന്റെ സഹോദരൻ അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് പോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ കൃത്യസമയത്ത് ജോലി അവസാനിപ്പിച്ചിട്ട് അയാൾ പോയല്ലോ എന്നാണ് പറഞ്ഞത്. 4 മണിക്കൊക്കെ ജോലി അവസാനിപ്പിച്ച് ടോൾ പ്ലാസയിൽ നിന്നും പോയി എന്നുണ്ടെങ്കിൽ ഒരു 4:30-5 മണിക്കൊക്കെ വീട്ടിലെത്തേണ്ടതാണ്. ഒരല്പം ദൂരെയാണ് വീടുള്ളത്. പക്ഷേ ഇതുവരെയും എത്തിയില്ലല്ലോ. എവിടെ പോയിട്ടുണ്ടാകും? അങ്ങനെ പോയെങ്കിലും വിളിച്ച് പറയേണ്ടതാണല്ലോ. എന്ത് സംഭവിച്ചു എന്നറിയാതെ അയാൾ ആ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം തിരയാൻ തുടങ്ങി. അങ്ങനെ ആ ടോൾ പ്ലാസയിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് ചെറുതായി ഒരു കട്ട് റോഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അയാൾ ആ മെയിൻ റോഡിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കി. അപ്പോൾ ഒരു 50 അടി മാറി മനീന്ദർ സിംഗിന്റെ മോട്ടോർ ബൈക്ക് അവിടെ നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അയാൾ ആ കട്ട് റോഡിനുള്ളിലേക്ക് പോയി മനീന്ദർ സിംഗിന്റെ ബൈക്കിനടുത്ത് തന്റെ വണ്ടി കൊണ്ട് നിർത്തി. അപ്പോൾ ശ്രദ്ധിച്ചത് ആ ബൈക്ക് നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്നും ഒരല്പ ദൂരം മാറി ഈ ചവറുകൾക്കിടയിൽ ആരോ എന്തോ വലിച്ചുകൊണ്ട് പോകുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. ഉടൻ തന്നെ അയാൾ ആ ശബ്ദം വരുന്ന ദിശയെ നോക്കി ഓടാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഓടുമ്പോൾ തന്നെ ആ വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം പെട്ടെന്ന് അവസാനിച്ചു. എന്നിട്ട് ആരോ വളരെ വേഗത്തിൽ ഓടുന്നത് പോലുള്ള ശബ്ദമായിരുന്നു കേട്ടത്. ഇപ്പൊ മനീന്ദർ സിംഗിന്റെ സഹോദരൻ പെട്ടെന്ന് ഓടി ആ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളുടെ ഹൃദയത്തെ തന്നെ നുറുക്കിക്കളഞ്ഞു. അവിടെ പൂർണ്ണ നഗ്നനായി തന്റെ സഹോദരൻ മനീന്ദർ സിംഗ് കിടക്കുന്നതായിരുന്നു അയാൾ കണ്ടത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസും ആംബുലൻസും ആ സ്ഥലത്ത് വന്നു. ഫോറൻസിക് സംഘവും അവിടെ എത്തി. മനീന്ദർ സിംഗ് ഇതിനകം മരിച്ചു എന്നായിരുന്നു അയാളെ പരിശോധിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് ആ പ്രദേശം മുഴുവനും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഫോറൻസിക് ടീം ആ പ്രദേശത്തു നിന്നും തങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പോലീസ് പരിശോധിച്ചപ്പോൾ മനീന്ദർ സിംഗിന്റെ ശരീരം വലിച്ചുകൊണ്ടുപോയ ആ സ്ഥലത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള സ്കാർഫ് കിടക്കുന്നത് കണ്ടു. ഒരു പക്ഷേ ഇത് കൊലയാളിയുടേതായിരിക്കാം എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായി. ഉടൻ തന്നെ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ അന്വേഷണം മുഴുവനായും ആരംഭിച്ചു. ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ആയിരുന്ന ജതിൻ കപൂർ എന്നയാൾക്ക് ഒരു കാര്യം തോന്നുന്നു. മനീന്ദർ സിംഗിന്റെ ശരീരം കിടന്നിരുന്ന ആ ഒരു അവസ്ഥ, പൂർണ്ണ നഗ്നനായിട്ടാണ് കിടന്നത്. അതിലൂടെ ഒരു പക്ഷേ ഇതൊരു സെക്സ് റിലേറ്റഡ് കേസ് ആയിരിക്കുമോ എന്നൊരു സംശയം വന്നു. കാരണം മനീന്ദർ സിംഗ് ടോൾ പ്ലാസയിലെ അയാളുടെ ജോലി അവസാനിപ്പിച്ചിട്ട് അയാളുടെ വണ്ടിയും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്കല്ല പോയത്, എതിർദിശയിലേക്കാണ് പോയത്. ഒരു 1/2 കിലോമീറ്റർ എതിർദിശയിൽ പോയി. അവിടെ പോയിട്ട് ഒരു കട്ട് റോഡിനുള്ളിലേക്ക് ആ ബൈക്കും കൊണ്ടുപോയി. അവിടെ പോയി ആ ബൈക്ക് നിർത്തി. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിലാണ് ഈ സംഭവമെല്ലാം നടന്നത്. ഒരു പക്ഷേ മനീന്ദർ സിംഗിനെ കൊന്ന ആ ഒരു വ്യക്തിയും മനീന്ദർ സിംഗും ഈ കുറ്റിക്കാടിനുള്ളിൽ ശാരീരിക ബന്ധത്തിനായി പോയിട്ടുണ്ടാകും എന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു. കൂടാതെ മനീന്ദർ സിംഗിന്റെ ശരീരം പൂർണ്ണ നഗ്നമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് ഒരു മർഡർ ഫോർ സെക്സ് കേസ് ആയിരിക്കുമെന്ന രീതിയിലായിരുന്നു പോലീസ് ആദ്യം ചിന്തിച്ചത്. പോലീസ് ഓഫീസറായ ജിതിൻ കപൂറിന്റെ നിഗമനങ്ങൾ അതോടുകൂടി അവസാനിച്ചില്ല. അദ്ദേഹത്തിന് ഉടൻ തന്നെ മറ്റൊരു ചിന്തയും തോന്നി. തൊട്ടടുത്തുള്ള ജില്ലയിൽ ഇതുപോലെ പൂർണ്ണ നഗ്നനായ അവസ്ഥയിൽ 23 വയസ്സുള്ള ഒരു യുവാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ഈ പോലീസ് ഓഫീസർ ചിന്തിച്ചത് ഒരു പക്ഷേ ആ ഒരു കൊലപാതകത്തിനും ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ, ഒരാൾ തന്നെ ആയിരിക്കുമോ ഇത് രണ്ടും ചെയ്തത് എന്ന സംശയം വന്നു. ഉടൻ തന്നെ അദ്ദേഹം ആ ഒരു ജില്ല മാത്രമായി ഒതുക്കാതെ തൊട്ടടുത്തുണ്ടായിരുന്ന എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വിവരം അറിയിച്ചു. ഇതുപോലെ പൂർണ്ണമായോ അർദ്ധനഗ്നയാക്കപ്പെട്ട അവസ്ഥയിൽ സ്ത്രീയെയോ പുരുഷനെയോ കൊന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിന്റെ വിവരങ്ങളെല്ലാം തങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടു. അടുത്ത ചില ദിവസത്തിൽ തന്നെ 3-4 ജില്ലകളിൽ നിന്നും പല വിവരം പോലീസിന് ലഭിച്ചു. ഇതെല്ലാം ഒരാൾ ചെയ്തതായിരിക്കുമോ എന്ന സംശയം വന്നു. എങ്കിൽ പോലും പോലീസിനെ കൊണ്ട് ഇത് പൂർണ്ണമായും ഉറപ്പിക്കാനായില്ല.
അതുകൊണ്ട് മനീന്ദർ സിംഗ് കേസിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. സെക്സ് ചെയ്തതിന് ശേഷം കൊലപാതകം ചെയ്തുവെന്നുണ്ടെങ്കിൽ കൊലയാളി ഒരു സെക്സ് വർക്കർ ആയിരിക്കാം. അതുകൊണ്ട് ആ ഒരു ജില്ലയിൽ, പ്രധാനമായും ആ കൊലപാതകം നടന്ന ആ ഒരു പ്രദേശത്തുള്ള സെക്സ് വർക്കേഴ്സിനെ എല്ലാവരെ കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവരുടെയും ഫോട്ടോസും എടുത്ത് ഈ മനീന്ദർ സിംഗിന്റെ സഹോദരനെ കാണിക്കുന്നു. കാരണം മനീന്ദർ സിംഗിന്റെ സഹോദരൻ അയാളെ തിരക്കി ആ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് വന്നപ്പോൾ ഒരാൾ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. ആ ദിശയിലേക്ക് ചെന്നപ്പോൾ ആ ഓടിപ്പോകുന്ന വ്യക്തിയെ ചെറുതായി ഒന്ന് കണ്ടിരുന്നു. പക്ഷേ അത് അതിരാവിലെ ആയതുകൊണ്ട്, ചെറിയ ഇരുട്ടുള്ളത് കൊണ്ട് തന്നെ ആ മുഖം വ്യക്തമായി അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ സെക്സ് വർക്കേഴ്സിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് മനീന്ദർ സിംഗിന്റെ സഹോദരനെ കാണിച്ചത്. പക്ഷെ ഇവരാരും അല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു പ്രദേശം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ, മറ്റേതെങ്കിലും നാട്ടിൽ പോയിട്ടുണ്ടോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ചപ്പോഴും ചിലരുടെ വിവരം ലഭിച്ചു. പക്ഷെ ആ ലിസ്റ്റ് കിട്ടിയിട്ടും പോലീസുകാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം മനീന്ദർ സിംഗിന്റെ സഹോദരനോട് തന്നെ നിങ്ങൾ കണ്ട ആ ഒരു രൂപം, ഏകദേശം ആ അടയാളങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഒരു രേഖാചിത്രം വരാൻ ആവശ്യപ്പെട്ടു. ആ ഒരു രേഖാചിത്രം പ്രദേശവാസികളെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരാളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഇതിനകം പറഞ്ഞു, മനീന്ദർ സിംഗിന്റെ സഹോദരൻ ഇരുട്ടത്തായിരുന്നു അയാളെ കണ്ടത്. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായി കണ്ടില്ല. ഒരു ഊഹം വെച്ചായിരുന്നു ആ ഒരു ചിത്രം വരച്ചത് തന്നെ. ഇപ്പോഴായിരുന്നു പോലീസ് ഓഫീസർക്ക് ഒരു കാര്യം തോന്നിയത്. ആ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും ഒരു ഓറഞ്ച് നിറത്തിലുള്ള സ്കാർഫ് ലഭിച്ചിരുന്നു. ഈ സെക്സ് വർക്ക് ചെയ്യുന്നവരോട് ഈ സ്കാർഫ് കൊണ്ടുപോയി കാണിച്ചു. ഇതുപോലുള്ള സ്കാർഫ് ആരെല്ലാമാണ് നിങ്ങൾക്കിടയിൽ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, അതെ സാർ, ഇവിടെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്കും ഇതുപോലൊരു സ്കാർഫ് ഉണ്ട്, പക്ഷെ 2-3 ദിവസമായി അയാളെ കാണാനില്ല എന്ന് പറഞ്ഞു. പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ വിളിച്ചുകൊണ്ടുവന്ന് അയാൾ പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു രേഖാചിത്രം വരച്ചു. ആ ചിത്രം തൊട്ടടുത്തുണ്ടായിരുന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു. അതേസമയം ഈ ജിതിൻ കപൂർ എന്ന പോലീസ് ഓഫീസർ മറ്റൊരു കാര്യവും കണ്ടെത്തുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന 11 ജില്ലകളിൽ നിന്നും ഇതുപോലുള്ള സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണ നഗ്നമാക്കപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ അർദ്ധനഗ്നമാക്കപ്പെട്ട അവസ്ഥയിൽ കൊലപാതകം ചെയ്ത് ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ട കേസുകളാണ് എല്ലാം. അതിനാൽ ഈ 11 പേർ മരിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം എടുക്കുന്നു. ഈ മരിച്ച എല്ലാവരും ഒന്നുകിൽ ചായക്കടയിൽ ജോലി ചെയ്തവരായിരുന്നു, അല്ലെങ്കിൽ ലോറി ഡ്രൈവർ, ലോറി ക്ലീനർ, ട്രക്ക് ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ളവരായിരുന്നു എല്ലാവരും. അതുകൊണ്ട് പോലീസിന് ഒരു പദ്ധതി തോന്നി. ഈ സ്കാർഫും എടുത്ത് വരച്ച രേഖാചിത്രവും എടുത്ത് ഈ ലോറി ഡ്രൈവേഴ്സ് എല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലം, ധാബ, അവിടെ പോലീസുകാരെ അയച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടോ, ഒരു ലോറി ഡ്രൈവറായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്തോ ചായക്കടയിൽ ജോലി ചെയ്ത വ്യക്തിയായിട്ടോ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ മനീന്ദർ സിംഗ് കൊല്ലപ്പെട്ട് കിടന്ന ആ ഒരു പ്രദേശം, ആ ഒരു ജില്ലയിൽ നിന്നും 2 ജില്ല മാറി അവിടെയുള്ള ധാബയിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ അവിടെ ജോലി ചെയ്ത ഒരാൾ പറഞ്ഞത്, സാർ, ഇന്നലെയായിരുന്നു ഞാൻ ഒരാളെ കണ്ടത്, ഇതുപോലെ തന്നെയായിരുന്നു അവനെ കാണാൻ, അവന്റെ കഴുത്തിലും ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്കാർഫ് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ 2 കോൺസ്റ്റബിൾസിനെ അതേ ധാബയിലിരുത്തി. വീണ്ടും അയാൾ ഈ ധാബയിലേക്ക് വരികയാണെങ്കിൽ പിടിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്നത്തെ ദിവസം രാത്രി ഒരു ലോറി ധാബയിലേക്ക് വന്നു. അതിൽ നിന്നും ഇറങ്ങിയ ഡ്രൈവറുടെ കൂടെ കൈകോർത്തുകൊണ്ട് ഇവൻ ഓറഞ്ച് നിറത്തിലുള്ള സ്കാർഫും ധരിച്ചു വരുന്നത് ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറഞ്ഞിരുന്ന പോലീസുകാർ ചുറ്റിവളഞ്ഞ് അവനെ പിടിച്ചു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പോലീസുകാർ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ പേര് റാം സ്വരൂപാണെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ജില്ലയിലുള്ളവനാണ്, അവനെ സോബി എന്നാണ് വിളിക്കുന്നത്. അവനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് പോലീസ് പരിശോധിക്കുമ്പോൾ 2005, 2006 ഈ വർഷത്തിൽ ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് ഖത്തറിലേക്ക് പോയി, പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെ വന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ജനിച്ചു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപായിരുന്നു അവന്റെ ഭാര്യയും അവനും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേർപിരിയുകയും ചെയ്തു. അവർ വേർപിരിഞ്ഞതിന് ശേഷം പല നാടുകൾ തോറും അവനിങ്ങനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. പകൽ സമയങ്ങളിൽ ലഭിക്കുന്ന ജോലികൾ ചെയ്യും. ചായക്കടയിലുള്ള ക്ലീനറായോ ബേക്കറിയിലോ ധാബയിലോ ഇങ്ങനെ കിട്ടുന്ന ജോലി ചെയ്യുകയും രാത്രി സമയങ്ങളിൽ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി. പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ലോറി ഡ്രൈവേഴ്സ്, ക്ലീനേഴ്സ്, മിനി ലോറി ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, ക്ലീനേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ചായക്കടയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരായിരുന്നു അവൻ ടാർഗറ്റ് ചെയ്തത്. പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ മനീന്ദർ സിംഗിനെയും താൻ തന്നെയാണ് കൊന്നത് എന്നവൻ സമ്മതിച്ചു. എന്നാൽ അതിനുശേഷം മറ്റൊന്നും അവൻ സമ്മതിച്ചില്ല. പക്ഷെ പോലീസ് പിന്നീട് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് തന്നെ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞത്, രാത്രി സമയങ്ങളിൽ ഞാൻ സെക്സ് വർക്കിനായി ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ പുരുഷന്മാരെയാണ് ലക്ഷ്യം വയ്ക്കാറ്.
പ്രധാനമായും 30-35 വയസ്സിൽ കുറവുള്ള പുരുഷന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ ഞാൻ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. അതിനുശേഷം ഞാൻ അവരോട് ഒരുപാട് പണം ചോദിക്കും. ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന പണം അവർ നൽകുകയാണ് എങ്കിൽ ഞാൻ പിന്നെ അവരൊന്നും ചെയ്യില്ല, തിരികെ പോകും. പക്ഷേ ഞാൻ ചോദിക്കുന്ന കാശ് അവർ തന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഒന്നും ചിന്തിക്കില്ല. അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലും, അല്ലെങ്കിൽ വലിയൊരു പാറക്കല്ലെടുത്ത് അവരുടെ തലയിൽ തന്നെ ഇട്ട് കൊല്ലും. പിന്നീട് അവരുടെ പക്കലുള്ള മൊബൈൽ ഫോൺ, പണം, ഇനി സ്വർണം എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അവൻ്റെ ഈ ഒരു മൊഴിയെല്ലാം കേട്ടതിനു ശേഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനായിട്ടുള്ള വിധി ഇതുവരെയും കോടതിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ മാത്രമാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങളും ക്രൂരതയും എല്ലാം സംഭവിക്കുന്നത്, സ്ത്രീകളെ മാത്രമാണ് ലൈംഗികമായി പീഡിപ്പിച്ചു കൊല്ലുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. പുരുഷന്മാർക്കും ഇന്നത്തെ സമൂഹത്തിൽ യാതൊരു സുരക്ഷയുമില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ലിംഗവകഭേദമന്യേ ഓരോ മനുഷ്യരും കൊലപാതകം ചെയ്യുകയാണ്. അതിനി സ്ത്രീയെന്നോ പുരുഷനെന്നോ ചെറിയ കുഞ്ഞെന്നോ ഒന്നും തന്നെ ഇല്ല. ഇന്നത്തെ സമൂഹവും സാഹചര്യവും ഇങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ആ ഒരു സൊസൈറ്റിയുടെ കാര്യം ആലോചിക്കുമ്പോൾ യാതൊരു ധാരണയും കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷയാണ് നിയമം നൽകേണ്ടത്? അങ്ങനെ നിയമം നൽകുന്നുണ്ടോ? കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.